ദിയ ജഗനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട്, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയെ സഹായിക്കാൻ ആരുമില്ല. ചേട്ടൻ ഡോക്ടറായിട്ട് വരുമ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെ തീരുമെന്നാണ് അമ്മ പറയുന്നത്. മാസശമ്പളം എണ്ണി തിട്ടപ്പെടുത്തിയായിരുന്നു നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഇടുത്തി പോലെ അമ്മയ്ക്ക് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തത്. ജഗൻ പറയുകയാണ്, പൈസയ്ക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ. എങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ ഈ പണമൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ദിയ പറയുകയാണ്, അയ്യോ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാനിതൊക്കെ പറഞ്ഞത്. കല്യാണം മുടങ്ങിയാലുള്ള അവസ്ഥ പറഞ്ഞതാണ്. ഇതുപോലൊരു നല്ല ബന്ധം ഇനി ചേച്ചിക്ക് കിട്ടില്ല. ജഗൻ പറയുകയാണ്, ഒരു കാര്യം ഞാൻ ദിയയോട് തറപ്പിച്ചു പറയാം. ഈ ബന്ധം മുടങ്ങിയാൽ സദാനന്ദനും മോനും പച്ച തൊടില്ല. അവനൊക്കെ പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അട്ടബിനുവിനെ പോലുള്ള മറ്റു ചില കുറച്ച് നല്ല സുഹൃത്തുക്കളെ സമ്പാദിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അവർക്കെല്ലാം അറിയാം കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് എന്തു പറ്റിയാലും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മതി അപ്പനെയും മോനെയും തീർക്കാൻ. ദിയ ആലോചിച്ചു നിൽക്കുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, എന്താ ദിയ ആലോചിക്കുന്നത്? ദിയ പറയുകയാണ്, അവിടം കൊണ്ടും തീരുന്നില്ല പ്രശ്നങ്ങൾ. അവരെ പോലെ തന്നെ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ആ രചന. അച്ഛൻ മരിച്ചു പോയതോടെ അവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതായിപ്പോയി. അനാഥയെപ്പോലെ. അതുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അവൾ ഞങ്ങളുടെ പിറകെ. ജഗൻ ചോദിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ദിയയോട് ചോദിച്ചത്, അവൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോന്ന്. ഈ കോളേജിൽ വന്ന ശേഷമാണ് ഞാനും എൻ്റെ ചേച്ചിയുമൊക്കെ അവളെ പരിചയപ്പെടുന്നത്. അതിനു മുൻപ് അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പിന്നെങ്ങനെയാ മുൻവൈരാഗ്യം ഉണ്ടാകുന്നത്? ലാലേട്ടൻ കല്യാണത്തിൽ നിന്നും പിന്മാറി എന്ന് പറഞ്ഞപ്പോൾ ആ രചനയുടെ മുഖത്തെ സന്തോഷമൊന്ന് കാണേണ്ടതായിരുന്നു. അമ്മയുടെയും ചേച്ചിയുടെയും അടുത്തോട്ട് പോകാൻ വയ്യ ചേട്ടാ. അവിടെ പോയി എനിക്ക് ഈ കാര്യം പറയാനേ വയ്യ. ജഗൻ ചോദിക്കുകയാണ്, പറയാതിരുന്നിട്ട് എന്താ കാര്യം? കല്യാണത്തിൽ നിന്നും ജയലാൽ പിന്മാറിയെന്ന് രചനയല്ലേ പറഞ്ഞത്? ആദ്യം ദിയയുടെ ചേച്ചി രചനയോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഇതിനൊരു വ്യക്തത വരുത്തട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മിക്കവാറും ജയലാൽ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അവനും അഡ്മിറ്റ് ആകും. സദാനന്ദന്റെ മോൻ, അവനെ ഞാനവിടെ അഡ്മിറ്റ് ആക്കും. പിന്നീട് സദാനന്ദന്റെ വീട്ടിൽ സദാനന്ദന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, പരോളിൽ ഇറങ്ങിയിട്ടും ഒരുത്തന് വീട്ടിലിരിക്കാൻ സമയമില്ല. അവൻ അച്ഛനേക്കാൾ തിരക്കായി നടക്കുകയാണ്. ദേഷ്യപ്പെട്ട് സദാനന്ദൻ പറയുകയാണ്, ദേ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഭക്ഷണത്തിന് മുൻപിലേക്ക് വരുമ്പോഴാണ് അവളുടെ വേണ്ടാത്ത ചില സംസാരങ്ങൾ. വലിയ വീട്ടിനകത്ത് ഒരു ജോലിക്കാരിയെ വയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. ഈ വലിയ വീട്ടിനകത്ത് ലോട്ടറി കച്ചവടക്കാരന്റെ മകൾക്ക് ഉച്ചമ്മയാകാനുള്ള യോഗ്യത ഇല്ല. അതിപ്പോ സദാനന്ദേട്ടന്റെ അച്ഛനും അന്ന് വലിയ സ്ഥിതിയൊന്നും ഇല്ലായിരുന്നല്ലോ. അന്ന് ലോറിയിൽ പോവുകയല്ലായിരുന്നോ? സദാനന്ദൻ പറയുകയാണ്, ഓ ഇനി തിരിച്ച് ഇങ്ങോട്ട് മാന്തിക്കോ. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാന്തലായി അല്ലേ? അന്നേരം അവിടേക്ക് വന്ന കാർത്തി പറയുകയാണ്, അമ്മേ എനിക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചോ? ചന്ദ്രമതി പറയുകയാണ്, എടുത്തു വച്ചിരിക്കുകയാണ്, പക്ഷെ കഴിക്കാൻ നിന്നെ കിട്ടില്ലല്ലോ. കാർത്തിയുടെ മുഖത്തെ സന്തോഷം കണ്ട് സദാനന്ദൻ ചോദിക്കാന്, ഡാ നിന്റെ മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ. അതേ അച്ഛ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ ഭാഗ്യലക്ഷ്മിയുടെ മോളുടെ കല്യാണം മുടങ്ങി. അവൻ അതിൽ നിന്നും പിന്മാറി. ചിരിച്ചുകൊണ്ട് സദാനന്ദൻ പറയാണ്, തല്ലുകൊണ്ടപ്പോൾ അവൻ പിന്മാറി അല്ലേ? ഇനിയിപ്പോ അത് ചോദ്യം ചെയ്യാൻ ഒരുത്തൻ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ചന്ദ്രമതി പറയുകയാണ്, പറഞ്ഞപ്പോഴേ എനിക്കതാണ് തോന്നിയത്. അവൻ ബുള്ളറ്റിൽ ഇങ്ങോട്ട് വന്നാൽ ഭക്ഷണത്തിന് മുൻപിൽ നിന്ന് രണ്ടാൾക്കും ഇറങ്ങി ഓടേണ്ടി വരും. എന്നിട്ട് കാർത്തിയോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി, എന്തിനാടാ സകല പെൺകുട്ടികളുടെയും പാക്കിങ്ങിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? ദേഷ്യപ്പെട്ട് സദാനന്ദൻ പറയുകയാണ്, ഡി നിനക്കുള്ള ചോറെട്, എന്നിട്ട് അടുക്കളയിൽ പോയിരുന്ന് കഴിക്ക്. നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. ചെല്ല്, എന്താ നോക്കി നിൽക്കുന്നത്? ചെല്ല് എന്ന് പറയുകയാണ് സദാനന്ദൻ. അത് കേട്ട് വിഷമിച്ച് ഭക്ഷണവും എടുത്തുകൊണ്ട് പോവുകയാണ് ചന്ദ്രമതി. സദാനന്ദൻ പറയുകയാണ്, മൂത്തവളുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിൽ ഇനി പിന്തുടർന്ന് കൊല്ലേണ്ടത് അവളുടെ അനിയത്തിയാണ്. കാർത്തി പറയുകയാണ്, കുറച്ചുകൂടി സാവധാനം താ, അതും കൂടി നടക്കും. വിവരദോഷിയാണെങ്കിലും നിന്റെ അമ്മ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണം. അവൻ ഏത് നിമിഷവും ഇങ്ങോട്ട് കയറി വരും. കാർത്തി പറയുകയാണ്, ഭയന്നിട്ടൊന്നും ഒരു കാര്യമില്ലച്ച, നമ്മൾ കുറച്ചുകൂടി തന്റേടം കാണിച്ചേ പറ്റൂ. സദാനന്ദൻ ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് ഭയമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതോ? മരണത്തെ ഭയമില്ലാത്ത ആൾക്കാർ ഇല്ലല്ലോ അച്ഛ. പ്രത്യേകിച്ച് ആളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുള്ളവര് ഭയന്നേ പറ്റൂ. മരണത്തെ പേടിയുള്ളവൻ മരണഭയം ഇല്ലാത്തവനോട് മത്സരിക്കാത്തതാണ് നല്ലത്. മിടുക്കന്മാരായ കുറച്ചുപേരുണ്ടായിരുന്നു എന്റെ കൂട്ടിന്. അവരൊക്കെ ഇപ്പോൾ പല വഴിക്ക് പോയി. അല്ലെങ്കിൽ തെളിവ് പോലും ഇല്ലാതെ ദിയ എന്ന് പറയുന്നവളെ ഞാൻ നേരത്തെ തീർത്തേനെ. ഇവിടെ നമുക്കൊരു തുറുപ്പ് ചീട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റാരുമല്ല, അവളാണ് രചന. സദാനന്ദൻ പറയുകയാണ്, അവൾ എന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. അച്ഛൻ മരിച്ചതോടുകൂടി അവൾക്ക് കുറച്ച് തന്റെ ഇടം വച്ചിട്ടുണ്ട് അല്ലേ?
ആർത്തി പറയുകയാണ്, നമ്മൾ അറിയാത്ത ഒരു കനൽ അവളുടെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് ഭാഗ്യത്തെയും മക്കളെയും നശിപ്പിക്കണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ അവളാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സദാനന്ദൻ പറയുകയാണ്, പെണ്ണിനെ കൊണ്ട് തന്നെ തീർക്കാൻ എളുപ്പമാണ്. അവളാണല്ലോ ഭാഗ്യലക്ഷ്മിയുടെ നെഞ്ചത്ത് ആദ്യത്തെ ആണി തറച്ചത്. തിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, അതെ, ആ കുടുംബത്തെ നശിപ്പിക്കാൻ ചാവേറാകാൻ പോലും അവൾ ഒരുക്കമാണ്. എന്നാൽ അവളെ തന്നെ മുറുകെ പിടിച്ചോ. പെൺമക്കളുടെ ഭാവി തകരുന്നത് കണ്ട് അഞ്ചടിയും ആനപ്പകയുമുള്ള ഭാഗ്യലക്ഷ്മിയുടെ ജീവിതത്തിന് മുറവിളി കൂട്ടുന്നവർ കരയട്ടെ, കരഞ്ഞ് തളരട്ടെ. പിന്നീട് വീട്ടിലേക്ക് എത്തുകയാണ് ദിയയെ കണ്ട് മുഖം തിരിച്ചു നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയോട് ദിയ പറയുകയാണ്, അമ്മയ്ക്കിപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊരു വാർത്ത കേട്ടു. ചേച്ചിയെ ബാധിക്കുന്ന കാര്യമാണ്. അന്നേരം ദിയയെ ഒന്ന് നോക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുമോ? പറ എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. ഇന്ന് കോളേജിൽ വെച്ച് രചനയെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ഇനി ചേച്ചിയുടെ കല്യാണം നടക്കില്ല എന്ന്. ലാലേട്ടൻ പിന്മാറിയെന്നാണ് പറഞ്ഞത്. അത് കേട്ട് ആകെ തകരുകയാണ് ഭാഗ്യലക്ഷ്മി. ദിയ പറയുകയാണ്, പറഞ്ഞത് അവളായതുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്നാലും ലാലേട്ടന്റെ അമ്മ വളരെ മോശമായിട്ടാണ് ചേച്ചിയോട് സംസാരിച്ചത്. അതുകൊണ്ടിനി എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നും അറിയില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നീയും കണ്ണിൽ കണ്ട ഗുണ്ടകളോടൊക്കെ കൂട്ടുകൂടി നടക്കുകയല്ലേ? അതിന് ജഗനല്ലല്ലോ അമ്മേ ഇതിനൊക്കെ കാരണം. ലാലേട്ടനെ തല്ലിയത് കാർത്തിയല്ലേ? ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആരായാലും ശരി, അവനൊക്കെ തല്ലിപ്പൊളികളാണ്. പറയുകയാണ്, പല രീതിയിലും ലാലേട്ടനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ആദ്യം പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോസ് അയച്ചു. അവിടെയൊക്കെ തീർത്തും പരാജയപ്പെട്ടപ്പോൾ ദേഹം നോവിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കിയതാണ്. അങ്ങനെ ചെയ്തവനൊക്കെ തിരിച്ചടി കൊടുക്കണ്ടേ അമ്മേ? അങ്ങനെ തിരിച്ചടി കൊടുക്കണമെങ്കിൽ നമ്മുടെ ഒപ്പം ആള് വേണ്ടേ? ദേഷ്യസ്വരത്തിൽ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വേണ്ട, എന്റെ മകൾക്ക് ഗുണ്ടകളുമായുള്ള കൂട്ട് വേണ്ട. ജയലാൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. അത്രയ്ക്ക് ആ പയ്യന് ദീപമോളെ ഇഷ്ടമാണ്. ദിയ പറയുകയാണ്, ലാലേട്ടന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലാലേട്ടനല്ലല്ലോ, ലാലേട്ടന്റെ അമ്മയല്ലേ? അവരുടെ സ്വഭാവം അന്ന് വന്നപ്പോൾ അമ്മയും കണ്ടതല്ലേ? ചേച്ചിക്ക് സംഭവിച്ചതൊന്നും ലാലേട്ടന്റെ അമ്മയ്ക്ക് ഇതുവരെയും അറിയില്ല. ഇനി അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിവാഹം നടക്കില്ല എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു കാണും. കാർത്തിയേക്കാളും അപകടകാരിയായിരിക്കുകയാണ് രചന എന്ന് പറയുന്നവൾ. അവൾ ഈ കുടുംബം തകർത്തേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ്. അവളെ എന്നും സ്നേഹിച്ചിരുന്ന ചേച്ചിയോട് പോലും അവൾ ഇതുവരെ ഒരു സിമ്പതിയും കാണിക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ആർക്ക് വേണം അവളുടെ സിമ്പതി? എന്റെ മോളുടെ കല്യാണം മുടങ്ങുകയാണെങ്കിൽ കോളേജ് അധ്യാപകരുടെയും കുട്ടികളുടെയും മുൻപിൽ വെച്ച് അവളുടെ തൊലി ഞാൻ ഉരിക്കും. അത് കേട്ട് ദിയ പറയുകയാണ്, അങ്ങനെ ഉരിയുന്ന തൊലിയല്ല അവളുടേത്. അതൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ്. അല്ലെങ്കിൽ തന്നെ ചേച്ചിയോട് ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾ തൻ്റെ അടുത്തോടുകൂടി കോളേജിലേക്ക് വരുമോ? ആർത്തിയും അവളും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. രണ്ടാളും കൂടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ആർത്തിയെക്കാളും ചേച്ചിയുടെ കല്യാണം നടക്കരുത് എന്ന ആഗ്രഹമുള്ളത് അവൾക്കാണ്. ഇതൊക്കെ കേട്ട് ദീപയെന്ന് വിളിച്ച് ദീപയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഭാഗ്യലക്ഷ്മി. അതേസമയം ദീപ അവിടെ മൊബൈലിൽ ജയലാലിന്റെ ഫോട്ടോയൊക്കെ നോക്കി സന്തോഷിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മോളെ, ജയലാല് പിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ലമ്മേ, എന്താന്ന് ചോദിക്കുകയാണ് ദീപ. ഒന്നുമില്ലാന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ ദീപ ചോദിക്കുകയാണ്, അമ്മയ്ക്കെന്തോ വിഷമമുണ്ടല്ലോ? അത് പിന്നെ നമ്മളുമായി ബന്ധമെടുക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ജയലാലിന് അപകടമൊക്കെ ഉണ്ടായത്. കല്യാണത്തിൽ നിന്നും പിന്മാറണം എന്ന് പറഞ്ഞാണല്ലോ കാർത്തി ജയലാലിനെ ആക്രമിച്ചത്. അതുകൊണ്ട് ജയലാലിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് അമ്മയ്ക്കൊരു പേടി. വേറെ ഒന്നുകൊണ്ടും അല്ല മോളെ, ജയലാലിന്റെ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. അവർക്കിനി ഈ ബന്ധം വേണ്ടാന്ന് ജയലാലിനോട് പറയുമോ എന്നാണ് എന്റെ പേടി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് വേണ്ടാന്ന് വയ്ക്കുന്ന കൂട്ടത്തിലില്ല ആളല്ല ലാലേട്ടൻ. അങ്ങനെ ദീപ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതെനിക്കും അറിയാം. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ മോളെ? ഒരു ബന്ധമെടുക്കുന്നത് ഭാവിക്ക് ദോഷമാണെന്ന് തോന്നിയാൽ ചിലരത് വേണ്ടാന്ന് വയ്ക്കില്ലേ? ദീപ ചോദിക്കുകയാണ്, ഇപ്പോഴെന്താ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? അങ്ങനെ ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ദിയെ കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഈ ബന്ധം ഇനി നടക്കില്ല എന്ന് അവള് പറയുന്നത് കേട്ടു ആ രചന. അത് ശരിയായിരിക്കണം എന്നൊന്നുമില്ല. ഈ ബന്ധം നടക്കാതിരിക്കാൻ വേണ്ടി അവള് ലാലേട്ടന് അയച്ചു കൊടുത്തല്ലോ എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ. അതിനെന്നെയും കൊണ്ട് കോളേജിൽ പോയിട്ടാണ് ലാലേട്ടൻ മറുപടി കൊടുത്തത്. അങ്ങനെയുള്ള ഒരാൾ ഇനി എന്നെ വേണ്ടാന്ന് വെക്കുമോ അമ്മേ? പിന്നെ അമ്മ പറഞ്ഞതുപോലെ സദാനന്ദന്റെ മോന്റെ ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടെങ്കിൽ ചിലപ്പോൾ മറിച്ച് ചിന്തിക്കുമായിരിക്കുമോ? അങ്ങനെ സംശയിക്കുകയാണ് ദീപയും. ദീപയുടെ സങ്കടം കണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോൾ എന്തായാലും ലാലിനെ ഒന്ന് കാണണം. മറ്റുള്ളവർ പറയുന്നതിലല്ല, പറയേണ്ടവർ പറയുന്നതിലാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ജയലാലിന് എന്തെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ അത് നിന്നോടയാൾ തുറന്നു പറയട്ടെ. എന്റെ മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ മോളുടെ മനസ്സ് ശുദ്ധമാണെന്ന് ദൈവങ്ങൾക്കറിയാം. അതുകൊണ്ട്
കേട്ടതൊന്നും ആയിരിക്കില്ല സത്യം. ദീപയുടെ കൈപിടിച്ച് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്റെ മോള് ജയലാലിനെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എനിക്കറിയാം മോളുടെ മനസ്സ് എന്താണെന്ന്. ആദ്യം കല്യാണത്തെ എതിർത്തുകൊണ്ട് നിന്നവളാണ് നീ. ജയലാലാണ് ആ തീരുമാനം മാറ്റിയത്. ഒന്നും സംഭവിക്കില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് നേരിട്ട് പോയി തിരക്കുന്നതാണ് നല്ലത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അവിടെ ഗംഗാധരൻ ജയലാലിനോട് ചോദിക്കുകയാണ്, ഭീഷണിയൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് മാറുന്നതല്ലേ മോനെ നല്ലത്? ജയലാൽ പറയുകയാണ്, എവിടെ പോയാലും ഭീഷണിപ്പെടുത്തുന്നവൻ പിന്നാലെ വരും. എന്റെ അമ്മ ഇതറിഞ്ഞാൽ ഈ ബന്ധം എപ്പോൾ മുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി. പെണ്ണിന്റെ വീട്ടുകാരോടാണ് ഈ പറയുന്ന കാർത്തി എന്ന് പറയുന്നവന് ദേഷ്യം അത്രയും. ഇതിന്റെ പേരിലാണ് നിനക്ക് തല്ലുകൊണ്ടിരിക്കുന്നത്. അത് രാഗം സഹിക്കുമോ? ജയലാൽ പറയുകയാണ്, സഹിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അച്ഛൻ അമ്മയെ അറിയിക്കരുത്. ഇല്ല, ഞാനത് അറിയിക്കത്തില്ല. പക്ഷേ എന്നാലും നിന്റെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ അവനകത്തേക്ക് കയറി വന്നാലോ? ജയലാൽ പറയുകയാണ്, അങ്ങനെ വരില്ല എന്ന് കരുതാം. ഏതായാലും ഇക്ബാൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് നമുക്കിവിടുന്ന് ഉടനെ പോകാം. അന്നേരം ബെൽ ശബ്ദം കേൾക്കുമ്പോൾ ഗംഗാധരൻ എഴുന്നേൽക്കുകയാണ്. ഇനി ഇത് ആരാണാവോ എന്തോ. ദിയയും ദീപയും കണ്ട് ഒന്ന് ആലോചിച്ചിട്ട് ഗംഗാധരൻ ചോദിക്കുകയാണ്, ദീപ മോളല്ലേ? ആ അതേന്ന് ദീപ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. ഞാനിവന്റെ അച്ഛനാണ്. മനസ്സിലായെന്ന് ദീപ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, രണ്ടാളും വാ. ദിയയും ദീപയും കണ്ട് സന്തോഷിച്ച് ജയലാൽ പറയുകയാണ്, അച്ഛനിവരെ കാണണമെന്നും പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അതെ, ഇപ്പോൾ മോള് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ രഹസ്യമായിട്ട് അങ്ങോട്ട് വന്നേനെ. പരസ്യമായിട്ട് വരാനുള്ള അനുവാദമില്ല. ഇവന്റെ അമ്മ സമ്മതിക്കത്തില്ല. ജയലാൽ ചോദിക്കുകയാണ്, എന്താ രണ്ടാളുടെയും മുഖത്ത് ഒരു ചിരിയില്ലാത്തേ? ഒന്ന് പരിഭ്രമിച്ച് ദിയ പറയുകയാണ്, ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു. ആ രചനയാണ് ഞങ്ങളോടത് പറഞ്ഞത്. ചിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ്, മനസ്സിലായി. ഞാൻ വിവാഹത്തിൽ നിന്നും പിന്മാറി എന്ന് പറഞ്ഞു കാണും അല്ലേ? ഗംഗാധരൻ പറയുകയാണ്, ആ ഒരുത്തൻ ഇവിടെ കയറി വന്ന് സംസാരിച്ചപ്പോൾ മോൻ എങ്ങനെ പറഞ്ഞായിരുന്നു? മനസ്സിലാകാതെ ദിയയും ദീപയും പരസ്പരം നോക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അച്ഛാ. ആയിക്കോട്ടെ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, ആ കാർത്തി ഇവിടെ വന്ന് വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അവനോട് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, അവന്റെ ശ്രദ്ധയൊന്ന് തെറ്റിക്കാൻ. അതവൻ ചൂടാറും മുമ്പേ രചനയെ അറിയിച്ചു കാണും. അതാണ് അവള് ദിയയോട് അങ്ങനെ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളാരും ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി പോകുന്നതുവരെ ഇങ്ങോട്ട് വരണ്ട. അവന്മാര് നിങ്ങളെ കാണണ്ട. ഈ കല്യാണം നടക്കില്ല എന്ന് താലി കെട്ടുന്നത് വരെ അവന്മാര് വിശ്വസിച്ചോട്ടെ. ഗംഗാധരൻ പറയുകയാണ്, ഇവനൊക്കെ ഏതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ. എന്താ അവനൊക്കെ മോളോട് ഇത്രയ്ക്ക് ശത്രുത? ഒന്ന് പേടിച്ച് ദീപ ജയലാലിനെ നോക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, അതൊക്കെ അച്ഛന് ഞാൻ വിശദമായിട്ട് ഒരു ദിവസം പറഞ്ഞു മനസ്സിലാക്കി തരാം. ഗംഗാധരൻ പറയുകയാണ്, ഏതായാലും മോളുടെ കുടുംബത്തിന്റെയും ഭാഗത്ത് ഒരു തെറ്റും കാണില്ല. അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഗുണ്ടയാണെന്ന്. പിന്നെ ഇവന്റെ അമ്മയാണ് പ്രശ്നം. കാർത്തികേയൻ എന്ന് പറയുന്നവൻ ഭീഷണിയുമായിട്ട് വന്നപ്പോൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇവന്റെ അമ്മയുള്ളപ്പോൾ വന്നാലോ? ഒന്നാമതൊരു ജ്യോത്സ്യൻ ഇവന്റെ അമ്മയെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. അതെന്തു പറ്റിയെന്ന് ദിയ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. അയാളെ പോയി കണ്ടപ്പോൾ അയാൾ ഏതാണ്ട് അനാവശ്യം അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കളഞ്ഞു. ഗംഗാധരൻ പറയുകയാണ്, കബഡി നിരത്തിയിട്ട് ജ്യോത്സ്യൻ പറഞ്ഞു എന്ന് മോള് ഏതാണ്ട് പേരുദോഷം കേൾപ്പിച്ച കുട്ടിയാണെന്ന്. ജയലാൽ പറയുകയാണ്, അത് ഞാൻ ദീപയെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഒന്നും കാര്യമാക്കണ്ടടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടിയെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചിരിക്കും. അത് കേട്ട് സന്തോഷിക്കുകയാണ് ദിയയും ദീപയും. ഗംഗാധരൻ പറയുകയാണ്, മോളെ, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഗുണ്ടകളെയോ പോലീസുകാരെയോ ഒന്നുമല്ല, എന്റെ അമ്മയാണ്. ആ അമ്മ വിചാരിച്ചാൽ പോലും എന്റെ മനസ്സിൽ നിന്നും മോളെ പറിച്ചെറിയാൻ സാധിക്കില്ല. മോളെ കെട്ടിയില്ലെങ്കിലേ ഇവൻ പിന്നെ സന്യാസിയാണ്, വേറെ കെട്ടില്ല. ദിയ പറയുകയാണ്, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷേ പിന്നെ ജയലാലേട്ടന്റെ അമ്മയെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാത്തത്. ഗംഗാധരൻ പറയുകയാണ്, ഇങ്ങോട്ട് വരാത്തതാണ് മോളെ നല്ലത്. രാഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് പോകും. ആ സമയത്താണ് മോളുടെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ രാഗം പറയുന്നതെല്ലാം പിന്നെ അവർക്ക് കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് മോളുടെ അച്ഛനൊരു വക്കീലാണല്ലോ. ഈ വക്കീലന്മാരെന്ന് കേൾക്കുന്നതേ രാഗത്തിന് അലർജിയാണ്. ദിയ പറയുകയാണ്, അതാദ്യം പെണ്ണ് കാണാൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു. ഗംഗാധരൻ പറയുകയാണ്, ആ എന്നാലേ മക്കള് സംസാരിച്ചിരി, ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. അയ്യോ ഒന്നും വേണ്ടച്ചാന്ന് ദീപ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, അങ്ങനെ പറഞ്ഞാലോ?
എന്ന് ചിരിച്ചിട്ട് പോവുകയാണ് ഗംഗാധരൻ. ദിയ പറയുകയാണ്, രചന വന്ന് ലാലേട്ടൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും അമ്മയുമൊക്കെ അങ്ങ് തളർന്നു പോയി. ഇവ പറയുകയാണ്, എന്നോടമ്മ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, ചില സൂചനകൾ മാത്രം തന്നു, എങ്കിലും വിഷമിച്ചാണ് വന്നത്. സമാധാനമായോ എന്ന് ജയലാൽ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ആയിന്ന് സമ്മതിക്കുകയാണ് ദീപ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്